പാൽപ്പൊടി വെച്ച് മിൽക്ക് മൈസൂർ പാക് എങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സോഫ്റ്റ് വേർഷനാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് പാൽപ്പൊടി, 1/3 കപ്പ് മൈദ, 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ, ഇത് മൂന്നും നല്ലോണം യോജിപ്പിച്ച് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് എണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ സ്മൂത്തായിട്ടുള്ള പേസ്റ്റല്ല കിട്ടുന്നത്, കുറച്ച് തരിതരിപ്പായിട്ടുള്ള പൊടി പോലത്തെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. തയ്യാറാക്കി മാറ്റി വയ്ക്കുക. 1/2 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് 1 കമ്പി പരുവമാവുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. ഇതിപ്പം 1 കമ്പി പരുവം കിട്ടിയിട്ടില്ല. 1 കമ്പി കിട്ടുമ്പോൾ നമുക്ക് യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽപ്പൊടിയുടെ കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കട്ടയില്ലാണ്ട് യോജിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടി അതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ 1/2 കപ്പും കൂടെ റിഫൈൻഡ് ഓയിൽ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് നല്ല പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് 1/2 കപ്പ് നെയ്യ് ഓരോരോ ടേബിൾ സ്പൂണായിട്ട് ഇടവിട്ട് ചേർക്കാം. ആദ്യത്തെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ട് യോജിച്ചതിന് ശേഷം അടുത്ത ടേബിൾ സ്പൂൺ ചേർക്കുക. ഇതുപോലെ അവസാനത്തെ ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിച്ച് വന്നു കഴിയുമ്പോൾ അതിൻ്റെ കളറും നന്നായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറും ആവും. സൈഡിൽ നല്ല പതഞ്ഞ് വരികയും ചെയ്യും, പാത്രത്തിൽ നിന്ന് വിട്ട് വരികയും ചെയ്യും. ആ പരുവാകുമ്പം നെയ്യ് തടവിയ ഒരു ട്രേയിലേക്ക് ഈ കൂട്ട് നമുക്ക് മാറ്റി സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതുപോലെ ഒഴിച്ച് സെറ്റ് ചെയ്താൽ മതി. സ്പൂണ് വെച്ച് നമ്മൾ ലെവൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ട്രേ ഒന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് തണുത്ത് വരുമ്പോൾ ഏത് ഷേപ്പിലുള്ള കഷ്ണങ്ങളാണോ വേണ്ടത് ആ ഷേപ്പിലുള്ള കഷ്ണങ്ങളൊന്ന് വരഞ്ഞ് വയ്ക്കുക. ഒന്ന് തണുത്തതിന് ശേഷം ആ ട്രേ ഒന്ന് മറിച്ചിടുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ കറക്റ്റായിട്ട് പീസായിട്ട് കിട്ടും. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിൽ വെച്ച് സ്റ്റോർ ചെയ്യാം. ഇതിൻ്റെ നടുഭാഗം നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരികയും വേണം. മുകളിലും താഴെയും ലൈറ്റ് ബ്രൗൺ കളറായിരിക്കണം. അതാണ് അതിൻ്റെ ടെക്സ്ചറിൻ്റെ കറക്റ്റ് പരുവം. ഇത് സോഫ്റ്റ് വേർഷനാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് നെയ്യ് ചൂടാക്കാതെ അതുപോലെ തന്നെ ഒഴിച്ചിരിക്കുന്നത്. ഇതുപോലെ മിൽക്ക് മൈസൂർ പാക് ഈ ദീപാവലിക്ക് നമുക്ക് തയ്യാറാക്കി നോക്കാം. അത് മുറിച്ച് കാണിക്കുമ്പോൾ അറിയാം എത്ര സോഫ്റ്റാണെന്ന്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.